ഏത് സാധനം ഉണ്ടാക്കിയാലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ പുട്ടിന് പൊടി കുഴച്ച് വെച്ചേക്കുവാണ്. ഇത് നമ്മുടെ സാധാരണ പുട്ടുപൊടി, അതിനകത്ത് കുറച്ച് ചമ്പാ പുട്ടുപൊടി പകുതി ചേർത്തിട്ടുണ്ട്, പകുതി എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് ചോളത്തിൻ്റെ പൊടി, കുറച്ച് റാഗിയുടെ ആട്ട, എല്ലാം കൂടെ ഈക്വൽ പ്രിപ്പറേഷനിലെടുത്ത് കുറച്ച് ഉപ്പിട്ട് അതിൽ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ചേർക്കുന്നുണ്ട്. കണ്ടോ, ഈ കോൺഫ്ലെക്സ് ഇതുപോലെ 2 പിടി എടുത്ത് നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിച്ചിട്ട് അതുകൂടി ഇതിനകത്ത് ചേർക്കുക. നല്ല പൊടിച്ച് ചേർത്തേക്കുന്നുണ്ടോ. പൊടിച്ച് നല്ലതായിട്ട് പൊടിക്കണം. തരിതരിയായിട്ട് പുട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പം നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് ഏത് സാധനം ഉണ്ടാക്കിയാലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് തേങ്ങ നല്ലതായിട്ട് നിറച്ച്, തേങ്ങ ഇതിനകത്ത് വേണേൽ കുറച്ച് തേങ്ങ ഇങ്ങനെ നല്ലതായിട്ട് ഇടാം. അപ്പം നമുക്ക് തേങ്ങ ഇട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതുപോലെ പുട്ട് മേക്കറിൽ തേങ്ങ നന്നായിട്ട് ഇടണം. തേങ്ങ നന്നായിട്ടിട്ട് പുട്ട് മേക്കറിൽ നിറച്ച് മുകളിലും കുറേ തേങ്ങ ഇട്ട് നിറച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ പഴം മതി, പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. ഇതിനകത്ത് ഓൾറെഡി പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്തിൽ പഴം കൂട്ടി കഴിക്കാം. കുറച്ച് നെയ്യും പഴവും കൂടെ ചേർത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ.